ഹലോ ഗേസ്, രാവിലെ തണ്ണിമത്തനൊക്കെ മുറിച്ച് വെച്ചിരുന്നു. അത് കുറച്ച് കഴിച്ചു. അത് ബാലൻസാണത്. ചൂടുകാലമല്ലേ, മയല്ലോ ആണ് കേട്ടോ. അത് കോളിഫ്ലവർ, അത് ഇന്നലെ മേടിച്ചതാണ്. ഇത് പീച്ചിങ്ങ എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. പീച്ചിങ്ങ മേടിച്ച് അതെന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തക്കാളി മേടിച്ച് ഇന്നലെ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ എല്ലാ പച്ചക്കറിയും കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇനി ഫുഡ് തയ്യാറാക്കുന്നത് ഇഡ്ഡലി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഡ്ഡലി, സാമ്പാർ, തക്കാളി ചട്നി എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കണ്ട ഒന്ന് കാവലിരിക്കുകയാണ്. ഫുഡ് കണ്ട കലിപ്പിലാണവൻ, കലിപ്പില്ല ആളാണ്. അവനോട് കുറച്ച് നേരം ഒന്ന് കളിക്കുകയാണ്. അവൻ കടിക്കുകയായിരിക്കും. ഞാൻ സൂക്ഷിച്ചിരിക്കുകയാണ്. അവൻ ദേഷ്യത്തില്ല, അവൻ ചിന്തയിലായിരുന്നു. അപ്പോൾ ഞാൻ അവനെ ചെന്ന് തോണ്ടി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഗീസ് നല്ല ചൂടുണ്ട് ഗീസ്. നിങ്ങളെല്ലാവരും നല്ല ഹാപ്പി ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് ഗീസ്. കണ്ട, എനിക്കൊരു പുതിയൊരു കുഞ്ഞു തുളസി കളിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു തുളസി, എനിക്കത് തുളസി ഇഷ്ടപ്പെടാം. ചോറ്റാനിക്കര അമ്പലത്തിൽ നിന്ന് പോകുന്ന തുളസിയാണ്. ഞാൻ അവിടെ നിന്ന് പിഴിഞ്ഞു കൊണ്ട് നട്ടതാണ്. അപ്പോൾ അത് നല്ല സന്തോഷമായിട്ട് വളരുന്നതുകൊണ്ട് നല്ല ഹാപ്പിയാണ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. മുരിങ്ങയില തോരൻ വെക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിനല്ലാതെ. അത് വന്നിട്ട് ഇത് ഇഡ്ഡലിയാണ് രാവിലെ ഉണ്ടാക്കിയത്. മുരിങ്ങയൊക്കെ തോരനാണ് ഉണ്ടാക്കുന്നത്. കോഫി, ഇത് പ്രത്യേകതരം കോഫിയാണ് കേട്ടോ. കോഫിക്കകത്ത് നെയ്യ് ഒഴിച്ച് കുടിക്കുന്നതാണ് പഞ്ചാര ഇടാതെ. അത് സ്റ്റോണിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞതാണ്. അത് തക്കാളി ചട്നിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇത് മാറ്റമുള്ളതെന്ന് തോന്നുന്നുണ്ട്. ഇത് മാവ് ബാലൻസിങ് അത്രയും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ രാവിലെ അടുക്കള വിശേഷവും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഇനി ബാലൻസ് ഇഡ്ഡലി പുഴുങ്ങി ഒരു തട്ടിൽ 3 കിട്ടത്തുള്ളൂ കേട്ടോ. അത് ചെറുതാണെന്ന് ഞാൻ കൊണ്ടുപോകാനും വരാനും വേണ്ടി സൗകര്യം ചെറുതാണ് വെച്ചിട്ട്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ്. നല്ല രീതിയിൽ ഇളകി വരുന്നു. ഓക്കെ, ബാലൻസ് മാവ് നമ്മൾ കോരി എടുക്കുകയാണ്. അങ്ങനെ നല്ലപോലെ വാർത്ത് എടുക്കുകയാണ്. 3 ഇഡ്ഡലിക്ക് അരഷ്ടിച്ച് വരും. ഞാൻ വളരെ മാവ് കുറച്ചാണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു 3 പേർക്ക് കഴിക്കാൻ പറ്റുന്നതുണ്ട്. ഓക്കെ, ഇതിനത് ആവിയിൽ വെച്ച് വേവിക്കണം. ബാലൻസ് ഇവിടെ നമുക്കതിനെ നല്ലപോലെ വാർത്തൊഴിക്കുകയാണെങ്കിൽ 3 ഇഡ്ഡലി തികയും. എൻ്റെ അടുക്കള വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഹാപ്പി ആയിരിക്കുന്നു. ഇത് തോരനുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അത് മുരിങ്ങയൊക്കെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ബൈ.